പൊയ്യ പഞ്ചായത്തിലെ പുളിപ്പറമ്പിൽ ആധുനിക പൊതുശ്മശാനത്തിന് സർക്കാർ അനുമതി നൽകിയിട്ടും വില്ലേജ് ഓഫീസ് തടസ്സപ്പെടുത്തുന്നുവെന്ന് ആരോപണം. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിൽ കുത്തിയിരിപ്പ് നടത്തി. പൊയ്യ വില്ലേജ് ഓഫീസിലാണ് പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസും മെമ്പർമാരും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. കൊടുങ്ങല്ലൂർ തഹസീൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയതിന്റെ പകർപ്പ് ലഭിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. വില്ലേജ് ഓഫീസർ അവധിയിലായിരുന്നതിനാൽ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തഹസീൽദാർ നടപടിയെടുത്തത്. പുളിപ്പറമ്പിലെ ശ്മശാനത്തിനുള്ള സ്ഥലം പരിവർത്തനത്തിന് സർക്കാർ അനുമതി നൽകി 1 വർഷമായിട്ടും റവന്യൂ വകുപ്പിന്റെ നടപടികൾ പൂർത്തിയാക്കിയിരുന്നില്ല. എന്നാൽ എല്ലാ നിർദ്ദേശങ്ങളും പൂർത്തിയാക്കിയിട്ടും ന്യൂനതകൾ പഞ്ചായത്തിനോട് ചൂണ്ടിക്കാണിക്കാതെ പൊതുശ്മശാനത്തിന് പ്രതികൂലമായ റിപ്പോർട്ടാണ് വില്ലേജ് ഓഫീസർ നൽകിയിരുന്നതെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആരോപണം. 10 സെന്റ് സ്ഥലം നമ്മൾ ജലനിർഗമന ചാല് കുളം കുത്തി നടപ്പിലാക്കി വില്ലേജ് ഓഫീസർക്ക് റിപ്പോർട്ട് കൊടുത്തു. പക്ഷെ വില്ലേജ് ഓഫീസർ എന്നിട്ട് റിപ്പോർട്ട് കൊടുത്തു, അവർക്ക് കുളം മാത്രമേ അവിടെ കാണാൻ സാധിച്ചുള്ളൂ, പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ നടപടികളൊന്നും അവിടെ കാണാൻ സാധിച്ചില്ല എന്ന് റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് കൊടുത്തതും വില്ലേജ് ഓഫീസർ നമ്മളെ അറിയിക്കുകയോ അല്ലെങ്കിൽ ഇതാണ് ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തതെന്ന് നമ്മൾ പറയുകയുണ്ടായില്ല. ഇന്ന് നമ്മൾ എല്ലേനെ, അതായത് ലാൻഡ് കൈകാര്യം ചെയ്യുന്ന തഹസിൽദാരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ തഹസിൽദാർ പറഞ്ഞു, വില്ലേജ് ഓഫീസിൽ നിന്ന് ഇതാണ് റിപ്പോർട്ട് കിട്ടിയത്, അത് വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പോലീസിന് വിളിച്ചോ, ഇതിന്ന് കിട്ടിയിട്ടേ ഞങ്ങൾ പോകുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങളുടെ മുന്നിൽ, അതായത് ഞങ്ങളെക്കാൾ സ്പീഡിൽ ഈ സ്ഥലം സന്ദർശിക്കുകയും വരാനായിട്ട് പല തിരക്കുകളുണ്ടെന്ന് പറഞ്ഞ സർവേയർ ഇവരോടൊപ്പം വരികയും അത് റിപ്പോർട്ടാക്കുകയും ചെയ്തു. മീഡിയ ടൈം മാള.